ശ്രീ KM ബഷീർ, പുതിയ 2 എയർലൈനുകൾ കൂടി വരുന്നു. ഒരു എയർലൈൻ എന്ന് പറയുന്ന നമുക്കറിയാവുന്നതുപോലെ ഇതൊരു വയബിളായ പ്രോജക്റ്റ് ആണോ? ഇന്ത്യയിൽ ഏതാണ്ട് 150ഓളം ഡസൻ കണക്കിന് വിമാന കമ്പനികൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിമാന കമ്പനികൾ അടച്ചുപൂട്ടിയ ഒരു രാജ്യം എന്ന് നോക്കിയാൽ അത് ഇന്ത്യ തന്നെയായിരിക്കും ഏറ്റവും മുന്നിൽ. ഏതായാലും ഈ വിമാന കമ്പനിക്ക് എയർ കേരളയും അൽ ഹിന്ദ് എയറും തമ്മിൽ ആശയവുമായി മുന്നോട്ട് വന്ന് അവർക്ക് ആദ്യമായി ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. വളരെ തന്റെടത്തോടുകൂടി ധൈര്യത്തോടു കൂടിയാണ് എന്റെ സുഹൃത്ത് നൂറുദ്ദീനും അതുപോലെ എയർ കേരളയുടെ വക്താക്കളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള കടമ്പകൾ വളരെ ഭാരിച്ചതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ അപാരമായ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോയാൽ മാത്രമേ ഇവർക്ക് സാധ്യതയുള്ളൂ. അതും ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി അതിനായി നീക്കിവെച്ച് വേണം എയർലൈൻ കമ്പനികൾ എന്ന ഒരു പോരാട്ടത്തിലേക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ കൂട്ടിപ്പോയ കമ്പനികളിൽ എനിക്ക് ഓർമ്മയുള്ളത് NEPC, അതുപോലെ സഹാറ, ജെറ്റ് എയർവേസ്, ഡെക്കാൻ, രാജ് എയർലൈൻസ് തുടങ്ങി അങ്ങനെ ഒരുപാട് കമ്പനി, അതെല്ലാം വലിയ വലിയ കുത്തക മുതലാളിമാരുടെ സാധ്യതയുള്ള കമ്പനികളായിരുന്നു. ശരിക്കും മാർക്കറ്റിൽ വിപണിയിൽ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ആ കമ്പനികളെല്ലാം പൂട്ടിപ്പോയത്.